എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂവി 2013 റിലീസായ മിറാക്കിൾ ഇൻ റൂം നമ്പർ 7 എന്ന മൂവിയിലെ സ്റ്റോറിയാണ്. ഇതൊരു ബുദ്ധിസ്വാധീനം ഇല്ലാത്ത അച്ഛൻ്റെയും മകളുടെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ്. 100% ഉറപ്പാണ് ഈ മൂവിയിലെ സ്റ്റോറി നിങ്ങളെ കരയിപ്പിക്കും എന്നുള്ളത്. എങ്കിൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ മൂവിയുടെ ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരാൾ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പാൻസ് അഴിച്ചിട്ട് അവളുടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നതാണ്. ഒരു പ്രായമായ സ്ത്രീ ഇതൊക്കെ കണ്ട് പേടിച്ച് അയാൾ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസിനോട് പറയാണ്. അധികം വൈകാതെ തന്നെ അയാളെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പീഡനത്തിനും കൊലപാതകത്തിനും അയാൾക്കെതിരെ കേസെടുത്തു. യഥാർത്ഥത്തിൽ അയാൾ അവളെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇതാരും മനസ്സിലാക്കിയില്ല. കാരണം അയാൾ ബുദ്ധിസ്വാധീനം ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ബുദ്ധിയില്ലെങ്കിലും എല്ലാവരോടും സ്നേഹത്തിലായിരുന്നു അയാൾ പെരുമാറിയത്. വെറും 6 വയസ്സുകാരൻ്റെ ബുദ്ധി മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അയാളുടെ പേര് ലിയോഗോ എന്നായിരുന്നു. യോഗോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അയാളുടെ മകളെ ആയിരുന്നു. അങ്ങനെ പോലീസുകാർ അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കും. കോടതി അയാൾക്ക് വധശിക്ഷ വിധിക്കും. അങ്ങനെ യോഗോയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് ജയിൽ വാർഡൻ പറയാണ്, ഇവൻ ഒരു ചെറിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അയാൾ യോഗോയെ ഒരുപാട് ഉപദ്രവിക്കും. എന്നിട്ട് സെൽ നമ്പർ 7 അടച്ചിടുകയാണ് ചെയ്യുന്നത്. ആ സെൽ നമ്പർ 7 5 ക്രിമിനൽസും ഉണ്ടായിരുന്നു. അവരെല്ലാവരും യോഗോയെ റാഗ് ചെയ്യും. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവനൊരു ബുദ്ധിസ്വാധീനം ഇല്ലാത്ത ഒരാളാണെന്ന്. അവൻ ചെയ്ത കുറ്റം അറിഞ്ഞപ്പോൾ അവരും കുറേ ഉപദ്രവിക്കും യോഗോയെ. അന്നു മുതൽ ജയിലിലുള്ളവരെല്ലാം തന്നെ അവനെ ഉപദ്രവിക്കാൻ തുടങ്ങും. അവൻ തിരിച്ച് ആരോടും പ്രതികരിക്കില്ല. പിന്നെ കാണിക്കുന്നത് അവിടെ ജയിൽ പുള്ളികളെല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് യോഗോയുടെ സെല്ലിലെ ബോസിനെ കുത്താൻ ഒരാൾ വരുന്നത്. അയാളെ തടഞ്ഞപ്പോൾ കുത്തുകൊണ്ടത് യോഗോയ്ക്കാണ്. യോഗോയുടെ ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോസ് പറഞ്ഞു, നീ നിന്റെ ജീവൻ കൊടുത്ത് എന്നെ രക്ഷിച്ചു. നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് പറഞ്ഞാലും ഞാൻ നിനക്ക് നടത്തിത്തരും എന്ന് പറഞ്ഞപ്പോൾ യോഗോ പറയാണ്, എനിക്കെൻ്റെ മകളെ ഒന്ന് കാണണം. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ വാക്ക് തന്നതല്ലേ, അത് ഞാൻ തെറ്റിക്കില്ല എന്ന് ആ ബോസ് യോഗോയോട് പറഞ്ഞു. എന്നിട്ട് ജയിലിൽ ഒരു പ്രോഗ്രാം നടത്തി. അതിൽ ഒരുപാട് പേരെ ഉൾപ്പെടുത്തി. അതിൽ യോഗോൻ്റെ മകളും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവളെ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലാക്കി സെല്ലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഈ ജയിൽ പുള്ളികൾ ആ പെട്ടി തുറക്കും. അതിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി മിണ്ടാതെ കിടക്കുന്നു. പുറത്തേക്ക് തലയിട്ട് എല്ലാവരെയും നോക്കി. അവരെല്ലാവരും തന്നെ ചിരിച്ച് അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ചുറ്റും നോക്കിയപ്പോൾ അവളുടെ അച്ഛനെ കണ്ടു. യോഗോ കരഞ്ഞ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. 2 പേരും നിലവിളിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ ശബ്ദം കേട്ടാൽ എല്ലാവരും അറിയും. അങ്ങനെ അവിടെയുള്ള ഒരാൾ ഇതൊക്കെ കണ്ട് പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരാരും തന്നെ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. അപ്പം ഈ പെൺകുട്ടി ഓടിച്ചെന്ന് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. അപ്പോൾ അവിടേക്ക് പോലീസുകാർ വരും. ഈ കുട്ടി അവിടെ ഉണ്ടെന്ന് പറയാൻ നോക്കിയപ്പോൾ ആ കുട്ടി വന്ന് അയാളുടെ കൈ പിടിച്ച് കരയും. ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതേ. അങ്ങനെ കുറേ കരയും. ഇത് കേട്ട് അയാളുടെ മനസ്സലിയും. എന്നിട്ട് അയാൾ പോലീസിനോട് പറയും, എനിക്ക് കുറച്ച് ബ്രെഡ് വേണം, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചതെന്ന് പറഞ്ഞ് പോലീസിനെ അങ്ങോട്ട് അയക്കും. അങ്ങനെ തൽക്കാലം അവർ രക്ഷപ്പെട്ടു. അവൾ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പം അവർക്ക് മനസ്സിലാവും ശബ്ദം പുറത്തേക്ക് കേട്ടാൽ പ്രശ്നമാവും എന്നുള്ള കാര്യം. അങ്ങനെ ആ ജയിൽ പുള്ളികൾക്കൊക്കെ അത്ഭുതമാവും, ഈ മണ്ടന് ഇത്രയും ബുദ്ധിയുള്ള കുട്ടിയോ. അങ്ങനെ ഒരു വയസ്സൻ അയാളുടെ പാല് അവൾക്ക് കൊടുക്കും. അവൾ അച്ഛനോട് ചോദിക്കും, അച്ഛനെന്താ ഇവിടെ? അച്ഛനൊരു ബാഡ്മാൻ ആണോ? അപ്പോൾ യോഗോ പറയും, ചുറ്റുമുള്ളവരൊക്കെ ബാഡ്മാൻ ആണ്, പക്ഷേ അച്ഛൻ ബാഡ്മാൻ അല്ല എന്ന് പറയും. അങ്ങനെ ആ സമയം പ്രോഗ്രാമിന് വന്ന കുട്ടികളെല്ലാം തിരിച്ചു പോകാൻ നോക്കുകയാണ്. ആ കുട്ടിയെ കൊണ്ടുപോകാൻ അവർ കുറേ പരിശ്രമിക്കും. പക്ഷേ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്കാവുന്നുണ്ടായിരുന്നില്ല. അവിടെ കുറേ പോലീസുകാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ അവളും അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. അച്ഛനും മകൾക്കും ഇത് വളരെ സന്തോഷമായി. പക്ഷേ ഇത് പിടിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവളെ പുറത്തു കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ അവൾ എല്ലാവർക്കും സന്തോഷവും സ്നേഹവും കൊടുക്കാൻ തുടങ്ങി. ഒരു അടിപൊളി ജയിൽ മുറിയായി, എപ്പോഴും കളിയും ചിരിയുമായി എല്ലാവരും സന്തോഷത്തിലായി. പതിയെ അവിടെയുള്ള ക്രിമിനൽസൊക്കെ ഇവളുടെ അച്ഛനായി മാറി. പക്ഷെ ഇത് അധികം കാലം നിന്നില്ല. ഒരു ദിവസം ജയിൽ വാർഡൻ ഇവളെ കണ്ടു. വാർഡന് ദേഷ്യം വന്ന് യോങ്കോയെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന് പറയും, ഒരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞിട്ട് നിനക്ക് നിന്റെ മകളെ കാണണം അല്ലേ? അങ്ങനെ അവനെ വേറൊരു റൂമിലേക്ക് മാറ്റി. യോങ്കോയുടെ മകളെ അവരുടെ വീട്ടിലേക്ക് മാറ്റി. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ജയിലിൻ്റെ അകത്തേക്ക് ഒരാൾ വന്നതറിഞ്ഞ് ഒരു ജയിൽ പുള്ളി വയലൻ്റ് ആവുന്നതാണ്. അവന് ഭ്രാന്ത് പിടിച്ച് ഒരു ഗ്യാസ് ക്യാനെടുത്ത് എല്ലായിടത്തും തീയിടും. അപ്പം വാർഡൻ അവനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾ അവിടെ ബോധം കെട്ട് വീഴും. അങ്ങനെ നിറയെ തീ പടരും. യോങ്കോ തീയിൽ കൂടി പോയി ആ വാർഡനെ രക്ഷിക്കും. അങ്ങനെ വാർഡൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹോസ്പിറ്റലായിരിക്കും. അപ്പോൾ ഡോക്ടറാണ് പറയുക, യോങ്കോ ആണ് നിങ്ങളെ രക്ഷിച്ചത്. രക്ഷിക്കാൻ ശ്രമിച്ച അവൻ്റെ ദേഹം മുഴുവൻ പൊള്ളിയിട്ടുണ്ട്. അവനും ഇവിടെ അഡ്മിറ്റാണ്. അങ്ങനെ വാർഡൻ അവന് പ്രത്യുപകാരം ചെയ്യാൻ തീരുമാനിച്ചു. അവൻ്റെ മകളെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛൻ്റെയും മകളുടെയും സ്നേഹം കണ്ട് ആ വാർഡൻ്റെ മനസ്സലിഞ്ഞു. ഇത്രയ്ക്കും പാവം ആയ ഒരാൾക്ക് എങ്ങനെയാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ കഴിയുക? പിന്നെ യോങ്കോൻ്റെ മകൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാണ്. അച്ഛനെ കാണാത്തത് കൊണ്ട് അവൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. വാർഡൻ ഹോസ്പിറ്റലിൽ പോയി അവളെ കണ്ടപ്പോൾ അവൾ പറയാണ്, എന്നെയും ആ ജയിലിൽ അടയ്ക്കോ? അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഒരു ദിവസം സെൽ നമ്പർ 7 ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി വന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ യോങ്കോവിൻ്റെ മകളായിരുന്നു. അവിടെ എല്ലാവർക്കും സന്തോഷമായി. അച്ഛനും മകളും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഒരു പോലീസുകാരൻ യോങ്കോനോട് പറഞ്ഞു, ഇവിടെയുള്ള വാർഡനാണ് ഇവളെ ഇവിടെ എത്തിച്ചത്. യോങ്കോ നന്ദി പറയാൻ വാർഡൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ വാർഡൻ അവനോട് ചോദിച്ചു, എന്തിനാണ് നീ ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത്? അവൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടായിരുന്നില്ല അവന്. അങ്ങനെ വാർഡൻ അവൻ്റെ കേസ് ഫയൽ വായിച്ചു. വെറും 6 വയസ്സുകാരൻ്റെ ബുദ്ധിയുള്ള യോങ്കോൻ്റെ കുറ്റസമ്മതം വായിച്ചപ്പോൾ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വാർഡന് തോന്നി. അങ്ങനെ ജയിലിനകത്ത് യോങ്കോൻ്റെ സുഹൃത്തുക്കൾ നടന്ന ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. മരിച്ചുപോയ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു വഴക്കലിയുള്ള റോഡിൽ സ്വയം വഴുതി വീണതാണെന്ന കാര്യം. അപ്പം അവളുടെ ബോധം പോയി രക്തം തലയിൽ നിന്ന് വരുന്നത് കണ്ടു. പിന്നെ എന്തിനാണ് യോങ്കോ ആ കുട്ടിയുടെ പാൻ്റ് അഴിച്ചത്, ചുണ്ടത്ത് ഉമ്മ വെച്ചത്? യഥാർത്ഥത്തിൽ CPR ട്രെയിനിങ്ങിൽ യോങ്കോ പഠിച്ച കാര്യങ്ങളാണ് ഇത്. പക്ഷെ ഇത് കണ്ട ആ സ്ത്രീ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച പെൺകുട്ടി അവിടെയുള്ള DGPയുടെ മകളാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളിയെ പിടിക്കണം. അങ്ങനെ യോങ്കോയെ ആ കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വാർഡൻ DGPയെ പോയി കണ്ടു. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ മകൾ മരിച്ച ദേഷ്യത്തിലും സങ്കടത്തിലും ആയിരുന്നു. അയാൾക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലണം. അതുകൊണ്ട് ഈ സത്യം ആ DGP അംഗീകരിച്ചില്ല. അങ്ങനെ അവസാനത്തെ ട്രയൽ നടക്കാൻ പോവുകയാണ്. ജയിൽ പുള്ളികൾ അവൻ എന്താണ് കോർട്ടിൽ പറയേണ്ടത് എന്ന് എഴുതി കൊടുക്കുന്നു. എന്നിട്ട് അത് മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് അവനെ ദിവസം ആ ജയിൽ പുള്ളികൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ട്രയൽ നടക്കുന്ന ദിവസം വരും. അങ്ങനെ ട്രയൽ നടക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ DGP യോങ്കോയുടെ അടുത്തേക്ക് വന്നു. അവന് കുറേ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയാണ് ചെയ്തതെന്ന് പറഞ്ഞോ? ഇല്ലെങ്കിൽ എൻ്റെ മകൾ മരിച്ചതുപോലെ നിന്റെ മകളെയും ഞാൻ കൊല്ലും. അങ്ങനെ യോങ്കോയെ കോടതി മുറിയിൽ കൊണ്ടുപോയി വക്കീൽ ചോദിക്കുകയാണ്, നീയാണോ ആ കുട്ടിയെ കൊന്നത്? അതെ, ഞാൻ തന്നെയാണ് കൊന്നത്. ഞാൻ തന്നെയാണ് ആ കുട്ടിയെ കൊന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. അപ്പോൾ വാർഡൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവനൊരു ബുദ്ധിസ്വാധീനം ഇല്ലാത്ത മനുഷ്യനാണ്. അവന് ഒന്നും അറിയാതെയാണ് പറയുന്നത്. അപ്പോൾ യോങ്കോ വിളിച്ചു പറയാണ്, ആ കുട്ടിയെ കൊന്നത് ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. എന്നോട് ക്ഷമിക്കണം. പക്ഷെ എൻ്റെ മകളെ നിങ്ങൾ സഹായിക്കണം. എൻ്റെ മകളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അങ്ങനെ യോങ്കോ ഉറക്കെ വിളിച്ചു പറയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം യോങ്കോയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ ജയിൽ പുള്ളികൾ അവനെ മരണത്തിന് നൽകാൻ തയ്യാറായില്ല. അവർ എല്ലാവരും ചേർന്ന് എയർ ബലൂൺ ഉണ്ടാക്കി. അതിൽ കയറി യോങ്കോയ്ക്കും മകൾക്കും രക്ഷപ്പെടാമല്ലോ എന്ന് അവർ വിചാരിച്ചു.
അന്ന് വൈകുന്നേരം ആ ജയിലിലുള്ളവരെല്ലാം തന്നെ എയർ ബലൂണിൽ കയറ്റി യോങ്കോയെയും മകളെയും പറഞ്ഞയക്കാണ്. അങ്ങനെ എല്ലാവർക്കും ബൈ പറഞ്ഞ് അവർ പോകാൻ നേരം ആ എയർ ബലൂണിൻ്റെ കയർ മതിലിൽ കുടുങ്ങി അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം വിധി നടപ്പാക്കുന്ന ദിവസം വന്നു. അന്ന് തന്നെയായിരുന്നു അവളുടെ പിറന്നാളും, യോങ്കോയുടെ മകളുടെ പിറന്നാളും. വാർഡൻ അവളെ സെല്ലിൽ എത്തിച്ചു. അവസാനമായിട്ട് അവൾക്ക് അച്ഛനെ ഒരു നോക്ക് കാണാമല്ലോ. എല്ലാവരും പുറമേ സന്തോഷം പ്രകടിപ്പിച്ചു, പക്ഷെ എല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മകളും ആ സെല്ലിൽ നിന്ന് പുറത്തു വന്നു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ യോഗോ അവസാനമായി അവളോട് യാത്ര പറയാണ്. അവർ പരസ്പരം നോക്കി ചിരിച്ചു. അങ്ങനെ യോഗോയെ കൊണ്ടുപോകാൻ നേരം മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവനൊരു കോമാളിയെ പോലെ ഡാൻസ് ചെയ്യാണ്. അവൻ പോയതിനു ശേഷം അവൾ നോക്കി നിന്നു. അച്ഛൻ തിരിച്ചു വരുമെന്ന് കരുതി, പക്ഷെ അച്ഛൻ വന്നില്ല. അവൾ കരഞ്ഞു വിളിച്ചു, അപ്പാ അപ്പാന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു വിളിച്ചു. യോങ്കോയ്ക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യം. മരിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ മകളെ കാണാൻ കഴിയില്ല. അവൻ ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിക്കും. ഇനി അവളെ കാണാൻ കഴിയില്ലല്ലോ. ആദ്യമായിട്ട് അവൻ എല്ലാവരുടെയും കാലിൽ വീണ് കെഞ്ചി പറഞ്ഞു, എന്നെ സഹായിക്കണം, എന്നെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പോൾ വാർഡൻ അവിടെ നിന്ന് കരയാണ്. അയാൾക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ യോഗോയെ തൂക്കിലേറ്റും. ആ വാർഡൻ യോഗോയുടെ മകളെ ദത്തെടുക്കും. വർഷങ്ങൾ കഴിഞ്ഞ് അവൾ വലുതായി ഒരു വക്കീലാകും. തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ അവൾ പോരാടി. സെൽ നമ്പർ 7 ഉണ്ടായിരുന്ന എല്ലാവരും അവളോടൊപ്പമുണ്ട്. അവരെല്ലാവരും പറയും യോഗോ ഒരു നിഷ്കളങ്കനാണെന്ന്. അവൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ യോഗോ നിരപരാധിയാണെന്ന് കോടതിക്ക് മനസ്സിലാകും. കോടതി യോഗോയെ കുറ്റവാളിയല്ലെന്ന് പറയും. അങ്ങനെ ഈ സിനിമയുടെ അവസാനം അവൾ ജയിലിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അതൊരു മൺസൂൺ കാലമാണ്, എല്ലായിടത്തും മഞ്ഞാണ്. അപ്പോൾ അവളുടെ അച്ഛനും കുഞ്ഞായ അവളും ആ പഴയ എയർ ബലൂണിൽ പോകുന്നത് അവൾക്ക് തോന്നും. അതോടുകൂടിയാണ് ഈ മൂവിയുടെ അവസാനം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.